ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇപ്പോൾ ആൾക്കാർ നമുക്ക് പ്രകാരം ഒരുമിച്ച് കൂടി വരുവാൻ ദൈവം നമ്മെ കൂട്ടിവരിച്ചതോർ ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. വളരെ ഗൗരവമേറിയ ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതുകൊണ്ട് ഒരു പ്രാർത്ഥനയോടുകൂടെ വചന സൃഷ്ടിയിലേക്ക് പ്രവേശിക്കാമെന്ന് ഞാൻ കരുതുകയാണ്. പച്ചാമേച്ചിയിൽ ഞങ്ങൾ മെഞ്ഞിടുവാനായി മെച്ചമായ ആഹാരത്തെ നീ നൽകിയിടേണമേ. മെച്ചമായ ആഹാരത്തെ നീ നൽകിയിടേണമേ. വേദവാക്യങ്ങൾ ഞങ്ങൾ ആദായമാവാൻ വേദനാഥനേ നിന്റെ ജ്ഞാനം നൽകുകേ. വേദനാഥനേ നിന്റെ ജ്ഞാനം നൽകുകേ. സന്തോഷം സദാ ഞങ്ങൾ ചിന്തയിൽ വാഴാൻ സന്തോഷത്തെ ഞങ്ങൾക്കിന്നു ദാനം ചെയ്യുകേ. സന്തോഷത്തെ ഞങ്ങൾക്കിന്നു ദാനം ചെയ്യുകേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആമേൻ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 25, 26, 27 വാക്യങ്ങൾ. ലൂക്കോസ് 14:25 മുതൽ. ഏറിയ പുരുഷാരം അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്, എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. എന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഏറിയ പുരുഷാരം അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്, എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയും മക്കളെയും സഹോദരനെയും സഹോദരിയെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ശിഷ്യത്വത്തിന്റെ വില, കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. ഇമ്പോസിബിൾ എന്ന് കർത്താവ് പറയുകയാണ്, കഴിയുകയില്ല. ആവർത്തിച്ച് കർത്താവ് പറയുകയാണ്. ക്രിസ്തീയ ജീവിതം വിശ്വാസ ജീവിതമാണ്. എന്നാൽ വാസ്തവത്തിൽ കർത്താവിനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി കർത്താവിനെ ആരാധിക്കുക മാത്രമല്ല, കർത്താവിനെ അനുമോദിക്കുക മാത്രമല്ല, കർത്താവിനെ അനുഗമിക്കുവാൻ കൂടെ വിളിക്കപ്പെട്ടവനാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ആരാധനയെക്കുറിച്ച് ചിന്തിച്ചു. എന്താണ് ആത്മാവിലും സത്യത്തിലും ഉള്ള ആരാധന? നമ്മുടെ ആത്മാവിലും ദൈവം നൽകുന്ന സ്വാതന്ത്ര്യം, പരിശുദ്ധാത്മാവിനാൽ നൽകുന്ന സ്വാതന്ത്ര്യം, സത്യമാകുന്ന ദൈവവചനത്താൽ നൽകുന്ന സ്വാതന്ത്ര്യം, അത് അനുഭവിച്ച് പേഴ്സണലായിട്ട് ദൈവത്തെ ആരാധിക്കുന്നതാണ് ആത്മാവിലും സത്യത്തിലുള്ള ആരാധന. മറ്റത് നമ്മൾ കൂടി വരുന്നതാണ്. അതിന് സഭായോഗവും തിരുവചനം പറയുന്നു. അതിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ചിന്തിച്ചുകൊണ്ട് ഞാൻ വീണ്ടും അതിലോട്ട് പ്രവേശിക്കുന്നില്ല. അപ്പോൾ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർ യേശുക്രിസ്തുവിനെ അനുഗമിക്കണം. യേശുവിൻ്റെ ഗ്രേറ്റ് കമ്മീഷൻ, പരമനിയോഗം എന്താണെന്ന് നമുക്ക് അറിയാം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരെ അടുക്ക വിളിച്ചിട്ട് പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കാനാണ് പറഞ്ഞത്. സകലരെയും ക്രിസ്ത്യാനികളാക്കുക എന്നുള്ളതല്ല, സകല ജാതികളെയും ശിഷ്യരാക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാം ഇന്ന് വായിച്ച സങ്കീർത്തനം
ഓർമ്മയുണ്ടോ? 23-ാം സങ്കീർത്തനം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സങ്കീർത്തനമാണ്. 1-ാം വാക്യമാണ്, യഹോവ എൻ്റെ ഇടയനാകും. ദാവീദ് പറയുകയാണ്. നമുക്കറിയാം, ഇസ്രായേൽ ജനതയുടെ ഒരു പ്രധാനപ്പെട്ട തൊഴിലാണ് ആട് വളർത്തൽ. അതുകൊണ്ട് ആ ഒരു ആട്ടിടയനായിരുന്ന ദാവീദ് ദൈവത്തെക്കുറിച്ച് താൻ പറയുന്നത്, യഹോവ എൻ്റെ ഇടയനാണ്, ആ ഇടയൻ എന്തെല്ലാം എനിക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് താൻ ആ സങ്കീർത്തനത്തിലൂടെ പറയുന്നു. അപ്പോൾ യേശു എങ്ങനെയാണ് നമ്മുടെ ഇടയനായത്? ആ രണ്ട് വ്യത്യസ്തതയുണ്ട്. ഇത് യഹോവ എൻ്റെ ഇടയനാണ്, ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്. യേശു നമ്മുടെ ഇടയനായി തീർന്നത് എപ്പോഴാണ്? എബ്രായർക്ക് ലേഖനം അതിന്റെ 13-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഇപ്രകാരം ഒരു പദപ്രയോഗം അവിടെ കാണുന്നുണ്ട്. എബ്രായർക്ക് ലേഖനം 13:20, നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. അവൻ എന്നേക്കും മഹത്വം. എന്തൊരു സെന്റൻസ് അല്ലേ അതിന്റെ ആ സ്ട്രക്ചർ, എന്തെല്ലാം കാര്യങ്ങൾ അതിനകത്ത് അടങ്ങിയിരിക്കും എന്നുള്ളതാണ്. നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയിടയനായി. നമുക്കറിയാം, യേശു കർത്താവിന്റെ കാൽവരി മരണമെന്ന് പറയുന്നത് ഒരു പുതിയ നിയമം സ്ഥാപിക്കലായിരുന്നു. അതുകൊണ്ടാണ് യേശുവിന്റെ മരണത്തിന് തൊട്ടു മുമ്പേ ഉള്ള പെസഹായിൽ യേശു കർത്താവ് തിരുവത്താഴം സ്ഥാപിക്കുന്നത്. പെസഹ പെരുന്നാളിന്റെ ദിവസത്തിലാണ് പുതിയ നിയമം താൻ സ്ഥാപിക്കുന്നത്. വീഞ്ഞെടുത്ത് കൊടുക്കുമ്പോൾ പറയുന്നത്, പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം. അപ്പം എടുത്തിട്ട് നിങ്ങൾക്കായി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരം. അപ്പോൾ നിത്യ നിയമത്തിന്റെ, അത് നിത്യനിയമമാണ് ദൈവത്തിന്റെ. പഴയ നിയമത്തെ അങ്ങ് മാറ്റി. ആട്ടുകൊറ്റന്മാരെയും കാളക്കിടാങ്ങളുടെയും പശുഭസ്മവും രക്തവും എല്ലാം തളിച്ച് മറച്ചു വെക്കുന്നത് മാറ്റി പാപമോചനത്തിലേക്ക് വന്നു. പാപം ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. അതാണ് പഴയ നിയമം. മറച്ചു വയ്ക്കാനേ പറ്റും, മൂടി വയ്ക്കാം. എന്നാൽ പുതിയ നിയമത്തിൽ പാപം മറച്ചു വയ്ക്കുന്നതല്ല, പാപമോചനം. അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അപ്പൊ ആ പാപമോചനത്തിന് വേണ്ടി ദൈവത്തിന് വില കൊടുത്തവനാണ് യേശു കർത്താവ്. ആ വില കൊടുത്തു എന്നുള്ള വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വില കൊടുത്തു. കർത്താവ് തന്റെ ശുശ്രൂഷ വേളയിൽ 2 ചോദ്യങ്ങളാണ് പ്രധാനമായി ചോദിച്ചത്. മത്തായി സുവിശേഷം 16-ാം അധ്യായം 26-ാം വാക്യത്തിൽ യേശു കർത്താവ് പറഞ്ഞ ഏറ്റവും വലിയ 2 ചോദ്യങ്ങൾ. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അല്ല, തന്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? അപ്പോൾ ജീവന് വളരെ പ്രധാനപ്പെട്ടതാണ് ജീവൻ എന്ന് പറയുന്നത്. അത് ഈ ശരീരത്തിന്റെ ജീവനല്ല, ആത്മാവിന്റെ ജീവനാണ്. അപ്പോ പാപത്തിന്റെ ശമ്പളം മരണം. അത് ശരീരത്തിന്റെ മരണമല്ല, ആത്മാവിന്റെ മരണം. ദൈവത്തിന്റെ കൃപാകരമോ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ. അപ്പോൾ ആ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? അല്ല, ആ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? മനുഷ്യരെ കൊടുക്കാനായിട്ട് ഒരു വിലയുമില്ല. പൈസ കൊടുത്തോ, ദൈവത്തെ നമ്മുടെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കൊണ്ട് പ്രസാദിപ്പിച്ചോ ആ ജീവൻ നേടുവാൻ സാധ്യമല്ല. അപ്പോൾ മനുഷ്യൻ ഇന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അത് ചെയ്യേണ്ടത് ജീവൻ പ്രാപിച്ചിട്ടാണ്. നീതിമാൻ നീതി പ്രവൃത്തി ചെയ്യട്ടെ. നീതിമാൻ നീതി പ്രവൃത്തി ചെയ്യട്ടെ. മനുഷ്യന് നീതിമാനാകാൻ കഴിയുന്നത് യേശു കർത്താവിൽ കൂടെയാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ. അപ്പോൾ യേശു ക്രിസ്തു എന്റെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവരി ക്രൂശിൽ മരിച്ചു, എനിക്ക് മറുവിലയായി തീർന്നു എന്ന് ഞാൻ ഹൃദയപൂർവ്വം ഞാൻ വിശ്വസിക്കുമ്പോൾ കർത്താവ് എനിക്ക് ജീവൻ നൽകുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. കർത്താവ് എനിക്ക് വേണ്ടി വില കൊടുത്തു.
ഇനി ഞാൻ കൊടുക്കേണ്ട ഒരു വിലയുണ്ട്. അതാണ് ശിഷ്യത്വത്തിൻ്റെ വില. ദൈവം എനിക്ക് വേണ്ടി വില കൊടുത്തു, തൻ്റെ ജീവനെ നൽകി എന്ന് പറയുന്നുവെങ്കിൽ തിരിച്ച് നാം കൊടുക്കേണ്ട ഒരു വിലയുണ്ട്. അതിൽ പാട്ടുകാരൻ വളരെ മനോഹരമായി ഇങ്ങനെ പാടിയിട്ടുണ്ട്. ജീവനെനിക്കായി ക്രൂസിൽ വെച്ചു തന്നൻ, ജീവനെനിക്കായി ക്രൂസിൽ വെച്ചു തന്നൻ, ജീവനെ വീണ്ടെടുത്ത പ്രാണനാഥ, സേവിച്ചിടും നിന്നെ ഞാൻ, എന്നെ യേശുവേ സേവിച്ചിടും നിന്നെ ഞാൻ. അപ്പോ യേശു കർത്താവ് എൻ്റെ ഇടയനാണ്, ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുത്ത ഇടയൻ. ഞാനത് ഹൃദയപൂർവ്വം അംഗീകരിക്കുന്നുവെങ്കിൽ ഞാൻ അവിടുത്തെ അനുഗമിക്കണം. നമുക്കറിയാം, യേശുവിൻ്റെ ശുശ്രൂഷയിൽ 2-3 ഭാഗത്ത് യേശു ഇങ്ങനെ പറഞ്ഞു. ഒടുവിൽ ഞാൻ പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അന്ന് അനേകർ വന്ന് പറയും, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ വീര്യപ്രവൃത്തി ചെയ്തു, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു. കർത്താവ് അവരെ നോക്കി പറയുന്നത്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവിൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് തീർത്ത് പറയും. മലയാളം ബൈബിൾ അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്, തീർത്ത് പറയും. നോ എക്സ്ക്യൂസ്, നോ അപ്പീൽ. അപ്പോൾ ആരെയാണ് കർത്താവ് അറിയുന്നില്ല എന്ന് പറയുന്നത്? യേശു കർത്താവിൻ്റെ അടുക്കൽ ഒരു ചെറുപ്പക്കാരൻ വന്ന് ഒരു കൊച്ചു ചോദ്യം ചോദിച്ചു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 22-ഉം 23-ഉം വാക്യങ്ങളൊന്ന് വായിക്കാം. ലൂക്കോസ് 13-ന്റെ 22-23. അവൻ പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് യെരൂശലേമിലേക്ക് യാത്ര ചെയ്തു. അപ്പോൾ ഒരുത്തൻ അവനോട് കർത്താവേ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന് ചോദിച്ചു. രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ? ജസ്റ്റ് ഒരു ചെറിയൊരു ചോദ്യം അല്ലേ? വിടുതൽ പ്രാപിക്കുന്നവർ ചുരുക്കമോ എന്നല്ല, അനുഗ്രഹം പ്രാപിക്കുന്നവർ ചുരുക്കമോ എന്നല്ല, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ? കാരണം യേശുവിനെ തൊട്ടവരും യേശു തൊട്ടവരുമെല്ലാം സൗഖ്യം പ്രാപിച്ചുകൊണ്ട് പോവുകയാണ്. ഭൂതബാധിതർ, മുടന്തർ, കുരുടർ, ചെകിടർ, സകലവിധ ദീനക്കാർ സൗഖ്യമായിക്കൊണ്ട് പോവുകയാണ്. അപ്പോ ഈ മനുഷ്യന് മനസ്സിലായി, രക്ഷിക്കപ്പെടാമെന്ന് പറയുന്നത് ഇതൊന്നുമല്ല, സൗഖ്യം പ്രാപിക്കുന്നതല്ല, അനുഗ്രഹം പ്രാപിക്കുന്നതല്ല, വിടുതൽ പ്രാപിക്കുന്നതല്ല, അതിനേക്കാൾ ശ്രേഷ്ഠകരമായൊരു കാര്യമാണ്. അപ്പോൾ യേശു അതിന് ഒറ്റ വാക്കിലല്ല മറുപടി പറഞ്ഞത്. ഇടുക്കുവാതിൽ കടപ്പാൻ പോരാടുവീൻ, പലരും കടപ്പാൻ നോക്കും, കഴിയുകയില്ല താനും. എന്നിട്ട് യേശു അവിടെ ഒരു ഉപമ പോലെ ഒരു കാര്യം പറയുകയാണ്. വീട്ടുടയൻ എഴുന്നേറ്റ് വാതിലടച്ച ശേഷം, അതെ, നിങ്ങൾ പുറത്തു വന്ന് കർത്താവേ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് മുട്ടി തുടങ്ങുമ്പോൾ, എവിടെ നിന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൻ ഉത്തരം പറയും, വീട്ടുടയും പറയും. നിന്റെ മുമ്പിൽ ഞങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ കരുത്തിൽ നീ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്, അറിയുന്നില്ല. അപ്പോ കർത്താവ് കള്ളം പറയൂ? കർത്താവിൽ നിന്ന് നേരിട്ട് പഠിച്ചവരാണ്. പഠിച്ചതിനേക്കാളൊക്കെ ആദ്യം പറയാനുള്ള ഞങ്ങൾ നിന്റെ മുമ്പിൽ തിന്നു എന്നാണ്. എല്ലായിടത്തും ഈ കാപ്പിയല്ലേ ഓർക്കുള്ളൂ. അപ്പോൾ നിന്റെ മുമ്പിൽ നിന്ന് ഞങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തിട്ടുണ്ട്, പിന്നെ നീ ഞങ്ങളുടെ കരുക്കളിൽ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ കർത്താവ് പറഞ്ഞ് ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഞാനിങ്ങനെ ഈ ഭാവം വായിക്കുമ്പോൾ 2 ചോദ്യങ്ങൾ എൻ്റെ മുമ്പിൽ വന്നു. ഒന്ന്, കർത്താവ് വാഗ്ദത്തത്തിൽ വിശ്വസ്തനാണ്. മുട്ടുവിൻ എന്നാൽ ഇവിടെ മുട്ടിയിട്ട് തുറക്കണില്ല. 2, കർത്താവ് കള്ളം പറയൂ? വെളിയിൽ നിൽക്കുന്ന ആരെന്നറിയാവുന്നതല്ലേ തുറന്നു കൊടുക്കാത്തത്. അപ്പോ വെളിയിൽ നിൽക്കുന്നത് ആരെന്നറിയുമെങ്കിലും എനിക്ക് നിങ്ങളെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ, അങ്ങനെ പറയാൻ കർത്താവിന് ഇത്ര അധികാരത്തോടെ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയുന്നതിന് കാരണം എന്താണ്? യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 26-ാം വാക്യം.
വിശ്വസിക്കുന്നില്ല. നിങ്ങളോ എന്റെ ആടുകളുടെ കൂട്ടത്തിലുള്ള അല്ലായിക ഞാൻ പറയുന്നൊന്നും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ശ്രദ്ധിക്കുക, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും, ഞാൻ അവയെ അറിയുന്നു, അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വാക്യം. യേശുവിന്റെ ആടെന്ന് പറയുകയും യേശു പറയുന്നതൊന്നും അനുസരിക്കാതിരിക്കുകയും യേശുവിനെ അനുഗമിക്കാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തിയെ കർത്താവ് പറയും ഞാൻ നിങ്ങൾ അറിയുന്നില്ല. നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവർ പറയാ ഞാൻ അങ്ങ് ഞങ്ങളുടെ തെരുക്കളിൽ പഠിപ്പിച്ചിരുന്നു, പക്ഷെ പഠിപ്പിച്ചതൊന്നും അകത്ത് പോയില്ല. ഒരു ചെവിയിലൂടെ കേട്ട് വെളിയിലങ്ങ് പോയി. പഠിപ്പിച്ചപ്പോൾ കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞ കാര്യമാണിത്. എന്താണ്? എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും. കേൾക്കുക എന്ന് പറഞ്ഞാൽ അനുസരിക്കുക എന്നുള്ളതാണ് എൻ്റെ അവിടുത്തെ മീനിങ്. കാരണം ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ, ഈ മീറ്റിങ്ങുകൾക്കൊക്കെ പോകുമ്പോൾ പാരൻസ് കൊച്ചുമക്കളെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ കൊണ്ടുവരും. ബ്രദറെ പ്രാർത്ഥിക്കണം, എൻ്റെ മോൻ പറഞ്ഞാൽ ഒന്നും കേൾക്കുന്നില്ല. ഞാൻ ചോദിക്കും ഏത് ചെവിക്കാണ് കംപ്ലൈൻറ്റ്? ബ്രദറെ ചെവിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഒരു കൊളോക്കിയൽ ലാംഗ്വേജ് ആണ് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അനുസരിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ആടുകൾ എൻ്റെ വചനം അനുസരിക്കും. ഈ ദുഷ്ടലോകത്തിൽ, കഷ്ടത പറഞ്ഞ ഈ ലോകത്തിൽ, വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ നടുവിൽ ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നവരെ കർത്താവിനറിയാം. അവരെ മറ്റൊരു നിന്ദിച്ചെന്ന് വരും, പരിഹസിച്ചെന്ന് വരും. കാരണം അവർ സൗമ്യത ഉള്ളവരാണ്, അവർ ഒരുപാട് സഹിക്കുന്നവരാണ്, അവർ ഒരുപാട് ക്ഷമിക്കുന്നവരാണ്. അപ്പോൾ മറ്റുള്ളവർ പല വാക്കുകളിട്ട് അവരെ കളിയാക്കും. പക്ഷേ അറിയാം, ഞാൻ അവയെ അറിയുന്നു, മാത്രമല്ല അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അനുഗമിക്കുന്ന ഒരു വ്യക്തി വാതിലടയ്ക്കുന്നതിന് മുമ്പ് അകത്തായിരിക്കും. വാതിലടയ്ക്കുന്നതിന് അകത്തായി. ഇത് 6 ദിവസം എവിടെയൊക്കെ കിടന്ന് കറങ്ങിയിട്ട് ഇവിടെ വന്നപ്പോൾ വാതിലടച്ചു, വെളിയിലായിരിക്കും. വെളിയിലായത് ചില്ലറ പാർട്ടികളുമല്ല, കൂടിയ പാർട്ടികളാണ്. യേശുവിന് നേരിട്ട് പഠിച്ച് യേശുവിനോടൊപ്പം ഇരുന്ന് കഴിച്ച പാർട്ടികളാണ് വെളിയിലായിപ്പോയത്. അപ്പോൾ ശിഷ്യത്വം എന്ന് പറയുന്നത് അതിന് കൊടുക്കേണ്ട വില എത്രമാത്രമാണെന്ന് നമ്മൾ നന്നായിട്ട് അറിയണം. ഈ വിലയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ വില കൊടുത്ത് വാങ്ങിയവരാണ് എന്നുള്ളൊരു ഉൾബോധം നമ്മെ എപ്പോഴും ധരിക്കേണ്ട ആവശ്യമുണ്ട്. അതിന് 2 വചനങ്ങൾ, ഒരുപാട് വചനങ്ങളുണ്ടെങ്കിലും നമ്മൾ 2 വചനങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വായിക്കുന്നത് നന്നായിരിക്കും. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 19-ാം വാക്യം. 1 കൊരിന്ത്യർ 6:19. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരായെന്നും അറിയുന്നില്ലയോ? നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. നമ്മൾ വിലയ്ക്ക് വാങ്ങി. നമ്മളൊരു വീട് വിലയ്ക്ക് വാങ്ങിയാൽ പിന്നെ അത് നമ്മുടെ തന്നെ അല്ലേ? ഒരു വസ്തു വിലയ്ക്ക് വാങ്ങിയാൽ അത് നമ്മുടെ അവകാശപ്പെട്ടതാണ്. ഇതുപോലെ ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങി. നമ്മുടെ ആത്മാവിനെ മാത്രമല്ല, നമ്മെ തന്നെ മുഴുവനായി വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ ഈ ബോധ്യം, ഞാൻ എനിക്കുള്ളവനല്ല, ഞാൻ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാണ് എന്നുള്ളൊരു ബോധ്യം. അതുകൊണ്ട് എൻ്റെ ശരീരം കൊണ്ടുപോലും ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തണം. കാരണം ശരീരം എന്ന് പറയുന്നത് ആണ് പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ ആലയം. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. 2 കൊരിന്ത്യർ 6-ാം അധ്യായം 16-ാം വാക്യം ഒന്ന് വായിക്കാം. വി ആർ ദ ടെമ്പിൾ ഓഫ് ലിവിങ് ഗോഡ്. ദൈവം പള്ളിയിലല്ല വസിക്കുന്നത്, ദൈവം നമ്മിലാണ് വസിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളുടെ പള്ളിയിലും വസിക്കുമെന്നല്ല യേശു പറഞ്ഞത്. അത് മതത്തിലാണ്. മതത്തിൽ ആരാധനാലയത്തിൽ പോയി ആരാധന മൂർത്തിയെ കാണണം, അവിടെ ചെന്ന് കാണണം. പക്ഷെ സുവിശേഷത്തിൽ അതല്ല, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അപ്പോൾ നമ്മുടെ ശരീരം ദേവാലയം പോലെ സൂക്ഷിക്കണം. ദേവാലയത്തെ നമ്മൾ വിശുദ്ധമായി കാണുന്നു. അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഒരു പ്രത്യേക രീതിയുണ്ട്. ഭയഭക്തിയോടെ നമ്മൾ അവിടെ ആയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശരീരവും ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അനുദിനവും സമർപ്പിച്ചു പോകണം.
അല്ലാത്ത ജീവിതം ബുദ്ധികെട്ട ആരാധന. റോമർ 12:1 നമ്മൾ വായിക്കുന്നു, സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സിന് ഉറപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക. ശരീരം ദൈവത്തിന്റെ ആലയം. അവിടെയാണ് നമ്മൾ മയക്കുമരുന്നും മറ്റു ലഹരി വസ്തുക്കളും എല്ലാം ഒക്കെ ഉപയോഗിച്ച് ഈ ശരീരത്തെ നശിപ്പിക്കരുത്, ആത്മഹത്യ ചെയ്ത് ശരീരത്തെ നശിപ്പിക്കരുത് എന്നാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ഇനി സ്വർഗത്തിൽ ചെല്ലുമ്പോഴും അവിടെ ആരാധിക്കുന്ന നമ്മൾ നോക്കുമ്പോൾ അവിടെയും ഈ വില കൊടുത്ത കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 9-ാം വാക്യം. വെളിപ്പാട് 5:9. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതി എന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ജീവൻ കൊടുത്താണ് വിലയ്ക്ക് വാങ്ങിയത്. അപ്പോൾ പിശാച് നമ്മുടെ മേൽ വരുമ്പോൾ, പിശാച് നമ്മെ തകർക്കാനായി വരുമ്പോൾ നമുക്ക് ഈ ബോധ്യം ഉണ്ടാകും, ഇത് വേറെ പ്രോപ്പർട്ടിയാണ്, വേറെ അവകാശമാണിത്. ദൈവത്തിന്റെ അനുവാദം കൂടെ അതിൽ തൊടാൻ പറ്റില്ല. യോബിനെ തൊടാൻ വന്നപ്പോൾ യോബിനറിയാം, അനുവാദമില്ലാതെ തൊട്ടാൽ വിവരം അറിയും അല്ലേ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ. ദൈവത്തോട് അനുവാദം ചോദിച്ചു, നീ അവനെ വേലി ചുറ്റി സംരക്ഷിക്കുന്നുകൊണ്ടല്ലേ അവൻ ആരായിച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു, ഓക്കെ, വേലി പിടിക്കാം, അവനുള്ളതെല്ലാം നിനക്കെടുക്കാം. എല്ലാം തൊട്ടെങ്കിലും യോബിനെയും പറഞ്ഞു, യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സാത്താൻ പിന്നെയും ചെന്നു എന്നാണ് പറയുന്നത്. ഇത്രയായിട്ടും മതിയായില്ല, പിന്നെയും ചെന്നു. പറഞ്ഞു, അവന്റെ പ്രാണനെ മാത്രം തുടരുത്, ശരീരത്തെ തൊട്ടോളാൻ പറഞ്ഞു. ശരീരം മുഴുവനും വ്രണം വന്നു, ചൊറികൾ വന്നു, ഓട്ടക്കഷ്ണം ചൊറിയുന്ന നിലയിലൊക്കെ എത്തി. എങ്കിലും താൻ പറഞ്ഞു, അവനെന്നെ ശോധന ചെയ്യട്ടെ, ഞാൻ പൊന്നുപോലെ പുറത്തു വരും. അവനെന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കും, അതിനെല്ലാം അതിജീവിക്കുവാൻ. അപ്പോൾ കാരണം അന്നത്തെ തലമുറയിൽ വാസ്തവത്തിൽ ഉൽപ്പത്തി കഴിഞ്ഞാൽ അടുത്ത് വരേണ്ട പുസ്തകമാണ് യോബ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പൊ അന്നത്തെ തലമുറ യോബിന് ദൈവികമായൊരു വെളിപ്പാട് കിട്ടി. ഭൂമിയിൽ വേറെ ഒരു മനുഷ്യനും ഇത്രയും നിഷ്കളങ്കനും നീതിമാനും നേരുള്ളവനും ദോഷം വിട്ടതെന്ന് ആ തലമുറ ഇല്ലായിരുന്നു എന്നാണ്. തനിക്കൊരു മാതൃകയില്ല. പക്ഷെ താൻ ദൈവത്തിന്റെ വെളിപ്പാട് തനിക്ക് ലഭിച്ചപ്പോൾ ആ രീതിയിൽ ഒരു വേർപെട്ട ജീവിതം താൻ ഈ ഭൂമിയിൽ നയിച്ചു. അപ്പോൾ നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ സാധാരണ വിലയല്ല കൊടുത്തത്. ദൈവം നിഷ്കളങ്കവും നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം, ജീവൻ, വില കൊടുത്തപ്പെട്ടവർ. അപ്പോൾ നാം തിരിച്ച് കൊടുക്കേണ്ടതിന് വില, അതാണ് സ്വല്പം സീരിയസ് ആയിട്ട് നമ്മൾ ഇന്ന് വായിച്ച സുവിശേഷ ഭാഗത്തിലേക്ക് നമ്മൾ കണ്ടത്. യേശു കർത്താവ് 3 ആഹ്വാനങ്ങളാണ് തന്റെ ശുശ്രൂഷയിൽ വെച്ചത്. 3 ആഹ്വാനങ്ങൾ. ഒന്നാമത്തത്, കം അൺടു മീ, ഐ വിൽ ഗിവ് യു റെസ്റ്റ്. എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നമുക്കറിയാം, യേശുവിന്റെ അടുക്കൽ ചെന്ന 99.99 ഗുണപ്പെട്ടു. എന്താണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം? 99.99. ധനവാന ഒരു ചെറുപ്പക്കാരൻ വന്നു യേശുവിന്റെ അടുക്കൽ. യേശുവിൻ്റെ അടുത്ത് പറഞ്ഞു, യേശുവിൻ്റെ അടുത്ത് ചോദിച്ചു, നിത്യജീവൻ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? പറഞ്ഞു, കൽപ്പനകളൊക്കെ അനുസരിക്കും. ഞാൻ അതെല്ലാം കറക്റ്റായിട്ട് അനുസരിക്കുന്നുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് പിന്നെ വന്ന് എന്നെ അനുഗമിക്കാം. വന്ന വഴി അവൻ തിരിച്ചു വന്നു. അവൻ വളരെ സമ്പത്തുള്ളവനായ ദുഃഖിച്ച് വിഷണനായി തിരിച്ചു പോയെന്നാണ് പറയുന്നത്. അപ്പോൾ യേശുവിന്റെ അടുക്കൽ വന്ന എല്ലാവരും ആശ്വാസത്തിനായി
വന്ന് എല്ലാവരും ആശ്വാസം പ്രാപിച്ചു. രണ്ടാമത്തെ ആഹ്വാനം, ഒന്നാമത്തത് കം അൺടു മീ, രണ്ടാമത്തത് ഫോളോ മീ, എന്നെ അനുഗമിക്കുക. ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മെൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കറിയാം, മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ ഇതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഇതുവരെ നിങ്ങൾ മത്സ്യ ബന്ധനക്കാരായിരുന്നു, ഇനി നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. മൂന്നാമത്തത് ഗോ ഫോർ മീ, എനിക്കായി നിങ്ങൾ പുറപ്പെട്ടു പോകുവിൻ, സകല ജാതികളെയും ശിഷ്യരാക്കുവാനായി പോകുവിൻ. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ഒരു കാര്യമാണ് ഫോളോ മീ. ബാക്കി രണ്ട് കാര്യങ്ങളും ഒരുപാട് നടക്കുന്നുണ്ട്. എന്താണ്? യേശുവിന്റെ അടുക്കൽ വരുന്നു, ആശ്വാസം പ്രാപിക്കുന്നു, യേശുവിനായിട്ട് എന്തോ ഒരുപാട് ചെയ്യുന്നുണ്ട്, അല്ല യേശുവിന് വേണ്ടി പോകുന്നില്ല. ഇടയ്ക്കുള്ളത് വിട്ടുകളഞ്ഞു. ഫോളോ മീ എന്നുള്ളത് വിട്ടുകളഞ്ഞു. കർത്താവിനെ അനുഗമിച്ചാൽ മാത്രമേ കർത്താവ് നമ്മെ മനുഷ്യരെ പിടിക്കുന്നവരാക്കത്തുള്ളൂ. അത് കർത്താവ് നമ്മളാക്കി തീർക്കുന്നതാണ്. കർത്താവിനെ കണ്ടെത്തിയ ഉടനെ കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ നിരാശപ്പെടും, ഫലശൂന്യത ഉണ്ടാവും. അപ്പോൾ കർത്താവിന്റെ അടുക്കൽ വന്നവൻ അടുത്ത കർത്താവിനെ അനുഗമിക്കണം, കർത്താവിനെ അനുഗമിക്കണം. അപ്പോൾ അനുഗമിക്കുന്നതിനാണ് നമ്മൾ വില കൊടുക്കേണ്ടി വരുന്നത്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 10-ാം അധ്യായം. യേശു ഇങ്ങനെയൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് യേശുവിനെ വിട്ട് ഒരുപാട് പേരൊക്കെ പോയത്. കാരണം നമ്മൾ വിചാരിച്ച് കുറച്ച് രോഗശാന്തിയും അനുഗ്രഹമൊക്കെ നടത്തുമ്പോൾ ആളുകളുടെ നമുക്ക് യേശുവിന്റെ ശിഷ്യനാണ് കേട്ടോ, യേശുവിന്റെ ശിഷ്യനാണ്, വലിയൊരു ഇതൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷെ യേശു ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഇത് കഠിന വാക്ക്, ഇതൊക്കെ ആർക്ക് ഉൾക്കൊള്ളാനൊക്കെ കഴിയും? സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തണമാണ് നല്ലത്. ഞങ്ങൾ പോകുന്നു. വായിക്കാം. മത്തായി സുവിശേഷം 10-ാം അധ്യായം 37-38. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എനിക്ക് യോഗ്യനല്ല, നോട്ട് ക്വാളിഫൈഡ്. തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. തന്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും. തന്റെ ജീവനെ, അതായത് നിത്യജീവനെ കണ്ടെത്തിയവൻ സ്വന്തം ജീവനെ പാലിക്കും. എന്റെ നിമിത്തം തന്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. അതിനെ കണ്ടെത്തിയില്ല, കളഞ്ഞത് വെറുതെ ആയിത്തീരില്ല. അപ്പോൾ എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ യോഗ്യനല്ല. ഇത്ര ക്രൂരനാണ് യേശു കർത്താവ്, അല്ലേ? യോഗ്യനല്ല എന്ന് പറഞ്ഞാൽ ചിലതിനെല്ലാം യോഗ്യത വേണം, അല്ലേ? 10-ാം ക്ലാസ്സിന് ഇപ്പൊ യോഗ്യത കൊണ്ട് അടുത്ത 11-ന് കിട്ടണമെന്നില്ല, ജയിച്ചാലും കിട്ടില്ല. എല്ലാത്തിനും A+ ആയാലും കിട്ടുന്നില്ല. എല്ലാം 99-ഉം 100 മാർക്കൊക്കെ വാങ്ങിച്ച് വേറെ ഒരുപാട് പേരുണ്ട്. അപ്പൊ യോഗ്യത എന്ന് പറയുന്ന എല്ലാത്തിലും ക്വാളിഫിക്കേഷൻ. അപ്പൊ ക്രിസ്തുവിന്റെ ശിഷ്യനായിപ്പാനുള്ള യോഗ്യതയെക്കുറിച്ച് യേശു ഇവിടെ കർക്കശമായി പറയുകയാണ്. മത്തായി സുവിശേഷം, ലൂക്കോസും അതിനെക്കുറിച്ച് പറയുന്നതാണ് നമ്മൾ നേരത്തെ വായിച്ചത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മളത് വായിച്ചു. എന്നിട്ട് യേശു അതുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ പറയുകയാണ്, അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കാനായി. ലൂക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം നമ്മൾ നേരത്തെ വായിച്ചതിന്റെ താഴെ 28 മുതൽ, നിങ്ങൾ ആരെങ്കിലും ഒരു ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് അത് തീർപ്പാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ? ഒരു എസ്റ്റിമേറ്റ് ഒക്കെ നോക്കും. ഒരു ഫ്ലാറ്റ് ഉണ്ടാക്കണമെങ്കിൽ, ഒരു വീടുണ്ടാക്കണമെങ്കിൽ എത്ര രൂപയാകുമെന്ന് സാധാരണഗതിയിൽ എസ്റ്റിമേറ്റ് ഉണ്ടാക്കും. അല്ലെങ്കിൽ അടിസ്ഥാനം ഇട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം. കാണുന്നവരെല്ലാം ഈ മനുഷ്യൻ പണിവാൻ തുടങ്ങി, തീർപ്പാനോ വകയില്ല എന്ന് പരിഹസിക്കുമല്ലോ. അല്ല,
ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പട ഏൽപ്പാൻ പുറപ്പെടും മുമ്പേ ഇരുന്ന് അവിടുത്തെ ഈ ഇരുന്നെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ പലർക്കും ഇരിക്കാൻ സമയമില്ല, എല്ലാം ഓടി നടന്നാണ് കണക്ക് കൂട്ടുന്നത്. ഇരുന്ന് 20,000 വരുന്നതിനോട് ഞാൻ 10,000 വരുത്താൻ മതിയോ എന്ന് ആലോചിക്കില്ലയോ? പോരാ എന്ന് വരികിൽ മറ്റവൻ ദൂരത്തിരിക്കുമ്പോൾ തന്നെ സ്ഥാനാധിപതികളെ അയച്ച് സമാധാനത്തിനായിട്ട് അപേക്ഷിക്കുന്നു. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഇമ്പോസിബിൾ. അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ സ്നേഹം, ഈ ഭാഗത്തെക്കുറിച്ച് ചില കാര്യങ്ങളെല്ലാം കർത്താവ് പഠിപ്പിച്ചത് ഇപ്പോൾ അപ്പനെയോ അമ്മയോ മകനെയോ മകളെയോ എന്നെക്കാൾ അധികം സ്നേഹിക്കുന്നവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അപ്പൊ അതെങ്ങനെ മനസ്സിലാക്കണം? ഞാൻ എൻ്റെ ഭാര്യയെ, എൻ്റെ മകനെ, എൻ്റെ മകളെ ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ ജനീകമായൊരു സ്നേഹത്തിലാണ്. എൻ്റെ മകൻ, എൻ്റെ മകൾ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്. പക്ഷേ ദൈവസ്നേഹത്താൽ നിറയപ്പെടുമ്പോൾ, ഞാൻ ക്രിസ്തുവിന്റെ ശിഷ്യനായി തീരുമ്പോൾ അതിന്റെ ആംഗിളിനൊരു വ്യത്യാസം വരുന്നു. എന്റെ ജീവിതത്തിൽ ദൈവം ദാനമായി തന്ന പങ്കാളിയാണിത്. ദൈവത്തിനാണ് ഒന്നാം സ്ഥാനം. എനിക്ക് ദൈവം ദാനമായി തന്ന മകനാണ്. ഞാൻ അവളെ സ്നേഹിക്കുന്നത് ദൈവസ്നേഹത്തിലാണ്, മാനുഷിക സ്നേഹത്തിലല്ല. അതിനേക്കാൾ ഉപരിയായ സ്നേഹമാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ മകനോ എൻ്റെ മകളോ എൻ്റെ മകനോ അവൻ ഭൗമികമായ എത്ര നന്മകളും ഉയർച്ചകളും പ്രാപിച്ചാലും ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അവനൊരു ദൈവവൈതലായിരിക്കുന്നതിനാണ്. മനസ്സിലായോ? ദൈവം ആരുടെയും ഗ്രാൻഡ് ഫാദർ അല്ല, അപ്പൂപ്പനല്ല. ദൈവം എല്ലാവർക്കും പിതാവാണ്. അപ്പോ എൻ്റെ മകൾ, എനിക്ക് 2 പെൺമക്കളുണ്ട്, അവരിലുള്ള ഏറ്റവും വലിയൊരു സന്തോഷം അവൾ ദൈവമക്കളായിരിക്കാൻ ദൈവം അവരെ തിരഞ്ഞെടുത്തതിനായി സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവരമേൽ പകർന്നതിനായി സ്തോത്രം. ദിവസവും ഞാൻ മോളെ സ്കൂളിലോട്ട് പ്രാർത്ഥിച്ചു, കർത്താവേ അവളൊരു മിഷണറി ടീച്ചറാണെന്നുള്ള കാര്യം മറക്കരുത്. അവളൊരു മിഷണറി ടീച്ചറാണ്. ചില ജീവിതങ്ങളെങ്കിലും കർത്താവിന് വേണ്ടി നേടണം. അന്ന് തരുന്ന ഉപജീവന മാർഗം അത് അഗ്നി നൽകിയതാണ്. അവിടെ അങ്ങേക്കായി പ്രയോജനപ്പെടണം. ഈ ലോകത്തിൽ എന്തെല്ലാം നേടിയാലും, ബെസ്റ്റ് ടീച്ചർ എന്ന അവാർഡ് വാങ്ങിച്ചാലും അതിന്റെ ആരും പ്രയോജനമില്ല. ദൈവത്തിനായി അവിടെ പ്രയോജനപ്പെടണം. ഞാൻ അവളെ ദൈവത്തെക്കാൾ എനിക്ക് അധികം അവളെ സ്നേഹിക്കാൻ പറ്റില്ല. എൻ്റെ ഭാര്യയ്ക്ക്, ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പറയാം, എൻ്റെ ഭാര്യയ്ക്ക് എന്നോടുള്ളതിനേക്കാളും സ്നേഹം ദൈവത്തോടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ എല്ലാം എന്നെ ഇട്ടിട്ട് പോയെന്ന് എൻ്റെ ഭാര്യ നിലവിളിക്കില്ല. എനിക്ക് ആ ഒരു ഉറപ്പുണ്ട്. കാരണം അപ്പനുമായിട്ട് ആ ബന്ധമാണ്. അതാണ് ഉണ്ടാകേണ്ടത്. ആ സ്നേഹത്തിൽ ദൈവസ്നേഹത്തിൽ ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കണം, ദൈവസ്നേഹത്തിൽ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം, ദൈവസ്നേഹത്തിൽ മക്കളെ സ്നേഹിക്കണം. കാരണം ആ സ്നേഹം ജീവനെ തന്ന സ്നേഹമാണ്. അങ്ങനെ സ്നേഹിക്കാത്തവന് ക്രിസ്തുവിന്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല. ഇത് മക്കളെന്ന് പറഞ്ഞാൽ പിന്നെ മക്കൾക്ക് വേണ്ടി ചാവും. ദൈവത്തിന്റെ കാര്യമൊക്കെ പിന്നെ പോയി പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഡിപ്രസ് ഇല്ല. ഇത് ദൈവം എനിക്ക് തന്നതാണ്, ബാക്കി കാര്യം ദൈവം നോക്കിക്കോളും. അപ്പോൾ മക്കളെ വളർത്തുമ്പോഴും ആദ്യം അവർ ദൈവത്തിനുള്ളവരായി തന്നെ സ്പിരിച്വലായിട്ടുള്ള നറിഷ്മെന്റ്, അപ്പോൾ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പത്യോപദേശത്തിൽ വളർത്തുക. ഇതാണ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കൊടുക്കുക. ആത്മീയതയാണ് ഇമ്പോർട്ടന്റ്, മറ്റത് സെക്കൻഡറിയാണ്. എപ്പോഴൊന്നില്ലാതെ ഈ ലോകം വിട്ട് ഏത് പ്രായത്തിലൊന്നില്ലാതെ പോകേണ്ടി വരുമ്പോൾ കഴിഞ്ഞ ആരാധനയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ പറഞ്ഞല്ലോ, പിശാച് ഓഫർ വെച്ചാണ് ആരാധിപ്പിക്കുന്നത്. ആരാധിച്ചാൽ നിനക്കിതെല്ലാം തരാം, ആരാധിച്ചാൽ ഇതെല്ലാം തരാം. പക്ഷെ കർത്താവ് ഇതെല്ലാം തരാമെന്ന് പറഞ്ഞു. എന്ത് ചെയ്താൽ? ആദ്യം ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ നീതിയും അന്വേഷിച്ചാൽ തിന്നാനും കൊടുക്കാനും വെക്കാനുള്ള എല്ലാം തരാം. അപ്പോൾ അതിനാണ് ഇമ്പോർട്ടൻസ്.
ദൈവരാജ്യം അന്വേഷിച്ച് കണ്ടെത്തി ഒരു ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനായി ഈ ഭൂമിയിൽ ജീവിക്കുക, ക്രിസ്തുവിന്റെ ശിഷ്യനായി ജീവിക്കുക. ബാക്കിയെല്ലാം അതിനോടൊപ്പം വരും. ലോകത്തിൽ കിട്ടുന്ന ഓരോ തരത്തില്ല. നിങ്ങളുടെ ആഗ്രഹമെല്ലാം കർത്താവ് നിർത്തി തരുമെന്നല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തു യേശുവിൽ എൻ്റെ മഹത്വത്തിൻ്റെ താല്പര്യത്തിനും പൂർണ്ണമായി തീർത്തു തരും. അപ്പോൾ ക്രിസ്തുവിന്റെ ശിഷ്യനായിരിക്കുക എന്ന് പറയുമ്പോൾ കൊടുക്കുന്ന വില, ആ വിലയെക്കുറിച്ച് ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുവാനായി ദൈവം ചില കാര്യങ്ങൾ ചെയ്തു. തൻ്റെ ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുവാനായി നോക്കാം. ആ ശിഷ്യന്മാർക്ക് തന്നെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ലഭിക്കാനായിട്ട് ചെയ്ത ചില കാര്യങ്ങളാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം നമ്മൾ നോക്കുകയാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം, മർക്കോസ് എഴുതിയ സുവിശേഷം 4:35 മുതൽ. അവിടെ അവൻ പുരുഷാരത്തെ വിട്ട് താൻ പടകിലിരുന്ന പാട് അവനെ കൊണ്ടിട്ടു. മറ്റു പടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. കടലിൽ തിര തള്ളിക്കയറുക പോലെ കൊണ്ട് അവൻ പടക് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരോ, ഞങ്ങൾ നശിച്ചു പോകുന്നതിന് നിനക്ക് വിചാരമില്ലയോ? അവൻ എഴുന്നേറ്റ കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കാന്ന് പറഞ്ഞു. അടങ്ങുക. കാറ്റ് അമർന്നു, വലിയ ശാന്തതയുണ്ടായി. ഇനി അവൻ അവരോട്, നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാനെന്ത്? ഇപ്പോഴും വിശ്വാസമില്ലയോ? വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ. ഇവനാരെന്ന് തമ്മിൽ പറഞ്ഞു. കാരണം ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതൊക്കെ ഉള്ളൂ. മനസ്സിലായില്ലേ? യേശുക്രിസ്തു ആരാണെന്നൊന്നും അവർക്ക് വ്യക്തമായി തുടങ്ങിയില്ല. അപ്പോ ഇത് കണ്ടു കഴിഞ്ഞപ്പോ ആ കാറ്റും കടലും കൂടി ഇവൻ അനുസരിക്കുന്നല്ലോ. ഇവനാർ. വീണ്ടും 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 45 മുതൽ 52 വരെയാണ്. അവിടെയും കടലിന്റെ പരിപാടി തന്നെയാണ്. താൻ പുരുഷാരത്തെ പറഞ്ഞിരിക്കുന്നതിനിടയിൽ തന്റെ ശിഷ്യന്മാരെ ഉടനെ പടക് കയറി അക്കരെ ബത്സയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. അവരെ പറഞ്ഞയച്ച ശേഷം താൻ പ്രാർത്ഥിപ്പാൻ മലയിൽ പോയി. വൈകുന്നേരമായപ്പോൾ കടലിന്റെ നടുവിലും താൻ ഏകനായി കരയിലുമായിരുന്നു യേശു. കാറ്റും പ്രതികൂലവുമാകൊണ്ട് അവർ തണ്ടുവലിച്ച് വലയുന്നത് കണ്ട് ഏകദേശം രാത്രി 4-ാം യാമത്തിൽ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ ചെന്ന് അവരെ കടന്നു പോകുവാൻ ഭാവിച്ചു. അവൻ കടലിൽ നടക്കുന്നത് കണ്ടിട്ട് ഭൂതമെന്ന് അവർ നിരൂപിച്ച് നിലവിളിച്ചു. എല്ലാവരും അവനെ കണ്ട് ഭ്രമിച്ചിരുന്നു. ഉടനെ തന്നെ അവനവരോട് സംസാരിച്ചു, ധൈര്യപ്പെടുവീൻ, ഞാൻ തന്നെയാകുന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവരുടെ അടുക്കൽ ചെന്ന് പടകിൽ കയറി. കാറ്റ് അമർന്നു. അവർ ഉള്ളിൽ അത്യന്തം ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. പക്ഷേ അവരുടെ ഹൃദയം കടുത്തിരുന്നത് കൊണ്ട് അപ്പത്തിന്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല. പ്രകൃതിയുടെ മേൽ തന്റെ അധികാരം രണ്ടാമതും വെളിപ്പെടുത്തുകയാണ്. 8-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ. 8-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ. അവൻ അവരോട്, നോക്കുവേ, പരീക്ഷയുടെ പുളിച്ചമാവും ഏരോദാവിന്റെ പുളിച്ചമാവും സൂക്ഷിച്ചുകൊള്ളിൽ എന്ന് കരുതി. നമുക്ക് അപ്പമില്ലായികയാൽ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. അത് യേശു അറിഞ്ഞ് അവരോട് പറഞ്ഞത്, അപ്പമില്ലായികയാൽ നിങ്ങൾ തമ്മിൽ പറയുന്നത്. എത്ര ചോദ്യങ്ങൾ നോക്കണം, ഇനിയുള്ള ചോദ്യങ്ങൾ. ഇല്ലായികയാൽ നിങ്ങൾ തമ്മിൽ പറയുന്നത് എന്ത്? ഇപ്പോഴും തിരിച്ചറിയുന്നില്ലയോ? ഗ്രഹിക്കുന്നില്ലയോ? നിങ്ങളുടെ ഹൃദയം കടുത്തിരിക്കുന്നുവോ? കണ്ണുണ്ടായിട്ടും കാണുന്നില്ലയോ? ചെവിയുണ്ടായിട്ടും കേൾക്കുന്നില്ലയോ? 5000 പേർക്ക് ഞാൻ 5 അപ്പം കൊണ്ട് നുറുക്കിയപ്പോൾ കഷണങ്ങൾ എത്ര കൊട്ട നിറച്ചെടുത്തു? 12 കൊട്ട എന്നവർ പറഞ്ഞു. 4000 പേർക്ക് 7 നുറുക്കിയപ്പോൾ കഷ്ണങ്ങൾ എത്ര വെട്ടി നിറച്ചെടുത്തു? 7 എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവരോട്, ഇപ്പോഴും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ എന്ന് പറഞ്ഞു. എത്ര ക്വസ്റ്റ്യൻസ് അല്ലേ? ഈ മെസ്സേജ് ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ കർത്താവ് പറഞ്ഞ അത് എൻ്റെ ഉള്ളിൽ തന്നൊരു പ്രേരണ. ദൈവത്തിൻ്റെ അധികാരത്തിന് മുകളിൽ ഒരു പൊളിറ്റിക്കൽ പവറോ
ഒരു നാച്ചുറൽ പവറോ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ നമ്മൾ പൊളിറ്റിക്കൽ പവർ ഇനി ഒരു പവറും ഇല്ലെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ദൈവത്തിന്റെ പവർ അവിടെ വെളിപ്പെടാൻ പോവുകയാണ്. ദൈവത്തിന്റെ പവറിന് മീതെ അല്ല ഒരു പൊളിറ്റിക്കൽ പവർ. ഇവരെല്ലാം മനുഷ്യരാണ്. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ശ്വാസമാണ്. ശിഷ്യന്മാർ മനസ്സിലാക്കണം ഞാൻ ആരാണെന്ന്. യേശു, അതാണ് യേശു. കടൽ, അവിടെ ഒരു കൺട്രോളും ഇല്ല. നടുക്കടലിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഹെൽപ്പും ഇല്ല. പക്ഷെ അതിന്റെ മേൽ അധികാരമുള്ളവർ. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. നമുക്കൊന്നും സാധിക്കുന്നില്ലല്ലോ എന്ന് നാം പറയുമ്പോഴും നാം മനസ്സിലാക്കണം, അതുക്ക് മേലെ ഒരുവനുണ്ട്. അതുക്ക് മേലെ ഒന്നുണ്ട്. പ്രകൃതി തന്നെ ഇളകി മറിഞ്ഞാലും അതിനെ കൂടെ ശാന്തമാക്കാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ്. ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിൻ്റെ പവർ, അധികാരം നന്നായി മനസ്സിലാക്കണം. കാരണം അടുത്ത് പിന്നെ തൻ്റെ അധികാരത്തെക്കുറിച്ചാണ് അവിടെ ചോദ്യങ്ങൾ വരുന്നത്. മർക്കോസ് സുവിശേഷം 9-ാം അധ്യായം 33 മുതൽ 37 വരെ. മർക്കോസ് 9-ാം അധ്യായം ഒരു വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾ വഴിയിൽ വെച്ച് എന്താണ് നിങ്ങൾ വാദിച്ചത്, എന്താണ് തർക്കിച്ചത് എന്തെന്ന് മിണ്ടാതിരുന്നു. ഇനി അടുത്ത ആരാണ് സെക്രട്ടറി, ആരാണ് ഖജാൻജി, ആരാണ് പ്രസിഡന്റ് എന്നൊക്കെയായിരുന്നു അവിടെ വഴിയിൽ വെച്ച് സംസാരം. തങ്ങൾ വലിയവൻ ആരാണ്? അതുകൊണ്ട് യേശു ചോദിച്ചപ്പോ മിണ്ടാതിരുന്നു. എല്ലാരും വിളിച്ചു ഇരുന്നു. കാരണം യേശുവിനോടെ തിരക്കൊന്നുമില്ല. ഒരുവൻ മുമ്പനാകു വഞ്ചിച്ചാൽ എല്ലാവരിലും ഒടുക്കത്തവനും എല്ലാവർക്കും ശുശ്രൂഷകനുമാകണം. അടുത്ത് അണച്ചുകൊണ്ട് അവരുടെ ഇങ്ങനെയുള്ള ശിശുക്കളിൽ ഒന്നിനെ എന്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ, ഇങ്ങനെയുള്ള ശിശുക്കളിൽ ഒന്നിനെ എന്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. എന്നെ കൈക്കൊള്ളാത്തവനോ എന്നെയല്ല, എന്നെ അയച്ചവനെ. അപ്പോ അവിടെ ഒരു വല്ലാത്തൊരു വാദമാണ് ഉണ്ടായത്. പക്ഷെ അവിടെ യേശു അപ്പൊ തന്നെ അതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം? നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം? അത് കുറച്ചുകൂടെ അതവിടെ കൊണ്ട് തീരുന്നില്ല കേട്ടോ. യേശു അത് അങ്ങനെ സംസാരിച്ചെങ്കിൽ അവിടെ പ്രശ്നം തീരുന്നില്ല. 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 28 മുതൽ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോ തന്നെ കർത്താവ് വായടച്ചു. ഇനി ഇപ്പോഴൊന്നും സ്റ്റോപ്പ് ചെയ്യില്ലെന്നറിയാം കർത്താവ് തുടങ്ങിക്കഴിഞ്ഞാൽ. എന്റെ നിമിത്തം, സുവിശേഷ നിമിത്തം വീടോ സഹോദരന്മാരെയോ സഹോദരികളെയോ അമ്മയോ അപ്പനെയോ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടും കൂടെ. അത് മാത്രം ഇല്ലായിരുന്നേ കുഴപ്പമില്ല. ഇല്ലേ? എല്ലാം ശാന്തമായിട്ട് പോകണമെന്ന്. നമ്മൾ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഒരു ഉപദ്രവം ഇല്ലാതിരിക്കുന്നെങ്കിൽ എന്തോ കാര്യമായ കുഴപ്പമുണ്ട്. അപ്പോൾ ഒരു ഉപദ്രവവും പ്രശ്നമില്ലെങ്കിൽ കാര്യമായ കുഴപ്പമുണ്ട്. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വചനപ്രകാരമൊക്കെ പ്രവർത്തിക്കുമ്പോൾ അവിടെ എല്ലാം പ്രശ്നം ഉണ്ടാവും. പക്ഷെ ആ പ്രശ്നത്തിന് പോക്കുവഴിയും കർത്താവ് തന്നെ വരുത്തും. അത് കർത്താവ് വരുത്തിയാൽ മതിയെന്ന് നമ്മൾ അത് അവിടുത്തെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എന്താണ്
അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എങ്കിലും മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പിലും ആകും. ഒരുപാട് മുമ്പിലൊക്കെ നിന്നെന്ന് പറഞ്ഞതൊക്കെ ബാക്കിലോട്ട് പോവും. പിമ്പിലുള്ളതെല്ലാം മുമ്പോട്ട് വരും. കാരണം അത് നേരായി നിന്നാൽ അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. അത് അവർക്ക് ഇതൊക്കെ ചെയ്തു എന്ന് അവകാശവാദം പറഞ്ഞാലും ദൈവത്തിന്റെ പ്രവൃത്തി അതിൽ വെളിപ്പെടും. അപ്പോൾ ശിഷ്യന്മാരായിരിക്കുക ഇരുന്ന് കണക്ക് കൂട്ടേണ്ട കാര്യമാണ്. ഇരുന്ന് ചിന്തിക്കണം, എനിക്കെന്റെ കർത്താവിന്റെ ശിഷ്യനായിരിക്കാനായി കഴിയുമോ? അതാണ് പറഞ്ഞത്, കർത്താവ് ആരെയും നിർബന്ധിക്കുന്നില്ല. ക്രിസ്തു മാർഗം എന്ന് പറയുന്നത് സത്യമാർഗമാണ്. അതിൽ ജീവിക്കണമെങ്കിൽ ഈ ലോകത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ വലിയ മാറ്റങ്ങൾ വന്നേ തീരും. യേശു കർത്താവ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഈ ക്രൂശിനെ കുറിച്ച്, യേശു അന്ന് ക്രൂശിക്കപ്പെട്ടിട്ടില്ല, പക്ഷേ താൻ അനുഗമിക്കുന്നതിൽ ക്രൂശിനെ കുറിച്ച് ആവർത്തിച്ച് പറയുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 23-ൽ പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞതെന്നാണ് അവിടെ തുടങ്ങുന്നത്. വായിക്കാം. എല്ലാവരോടും പറഞ്ഞത്. ഇപ്പൊ ശിഷ്യന്മാരോട് പറഞ്ഞത് അങ്ങനെ എഴുതിയിട്ടുണ്ട് അല്ലേ? ഇതിപ്പോ എല്ലായിടത്തും പറഞ്ഞ ഒരുവൻ എന്നെ അനുഗമിപ്പാൻ തീരുമാനിച്ചാൽ, ഇച്ഛിച്ചാൽ, ആഗ്രഹിച്ചാൽ എന്ത് ചെയ്യണം? അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. യേശുവിന്റെ ക്രൂശ് എടുക്കാൻ ആരിടത്തും പറഞ്ഞിട്ടില്ല. തന്നെത്താൻ ആദ്യം നിഷേധിക്കണം. ഇത് എല്ലാ ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ശാസ്ത്ര സാങ്കേതികമായ സകല നന്മകൾക്കും അടിസ്ഥാനം എത്രയോ പേർ അവർ തന്നെത്താൻ ത്യജിച്ചതാണ്. അവർക്ക് ലഭിക്കാവുന്ന ആനുകൂല്യങ്ങളും സുഖങ്ങളും സന്തോഷങ്ങളെല്ലാം മാറ്റിവെച്ച് പരീക്ഷണശാലകളിലും നിരീക്ഷണശാലകളിലൊക്കെ ഇരുന്ന് സ്വന്തം കുടുംബത്തെ മറഞ്ഞ് സമയം ചെലവഴിച്ച് കണ്ടുപിടിച്ച നന്മകളുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ അനുഭവിക്കുന്നത്. നമ്മൾ സ്വിച്ച് ഞെക്കുമ്പോൾ ഫാന് കറങ്ങുന്നു, അത് കറങ്ങിയില്ലെങ്കിൽ നന്നാക്കാൻ കൊടുക്കും, അല്ലെങ്കിൽ വേറെ ഒന്ന് വാങ്ങിക്കും അല്ലേ? പക്ഷെ ഇതൊക്കെ കണ്ടുപിടിച്ചതാരാണ്? അവരവരുടെ ജീവിതത്തെ സ്വയത്യാഗം ചെയ്തതാണ്. സെൽഫ് ഡിനേയൽ. അതിന് നമ്മൾ സ്വയവർജനം എന്ന് പറയും. നമുക്ക് വർഷത്തിലൊരു സ്വയവർജനമുണ്ട്. ഒരു കവറ് തരും അല്ലേ? ഒരു ദിവസത്തെ ശമ്പളം ഇടണമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതുപോലും നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാറില്ല. പോട്ടെ, സ്വയവർജനം, തന്നെത്താൻ ത്യജിച്ച് നാൾതോറും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിസ്തീയ ജീവിതം നാൾതോറുമുള്ള ജീവിതം. പഴയ നിയമത്തിൽ 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക, ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കാം. പുതിയ ഉടമ്പിൽ വരുമ്പോൾ ഒരു ദിവസമല്ല, എല്ലാ ദിവസവും നമുക്ക് പരിശുദ്ധ ദിവസമാണ്. അപ്പൊ നാൾതോറും തന്റെ ക്രൂശിനെ എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്നാണ് യേശു പറഞ്ഞത്. അപ്പൊ നമുക്ക് ലഭിക്കുന്ന ക്രൂശ് എന്താണ്? നമ്മുടെ ക്രൂശ് അതല്പം വലിയ വിഷയമാണെങ്കിലും പ്രധാനപ്പെട്ട 2-3 വാക്യങ്ങൾ വായിച്ച് നമ്മൾ ധ്യാനിച്ച് നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമുക്കെപ്പോഴാണ് നമ്മുടെ ക്രൂശ് കിട്ടുന്നത്? റോമർക്ക് ലേഖനം 6-ാം അധ്യായം 6-ാം വാക്യം. നമ്മുടെ ക്രൂശ് നമുക്കെപ്പോൾ കിട്ടും? റോമർ 6:6. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. മതി. അവിടെ സ്നാനത്തെ കുറിച്ചാണ് പറയുന്നത്. സ്നാനം എന്ന് പറയുന്നത് നമ്മുടെ പഴയ മനുഷ്യന്റെ ക്രൂശീകരണമാണ്. അവിടെ വെച്ചാണ് നമുക്ക് നാം എടുക്കേണ്ട ക്രൂശ് നമുക്ക് കിട്ടുന്നത്. ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു അല്ലേ? അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഗലാത്യർക്ക് ലേഖനം 2-ാം അധ്യായം. ഗലാത്യർക്ക് ലേഖനം 2-ാം അധ്യായം 23
2 അല്ലേ? നോക്കാം. 20. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാൻ അല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. എന്നാൽ ഞാൻ ഈ ശരീരത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളുള്ള വിശ്വാസത്താലാണ്. അപ്പൊ ഇനി ജീവിക്കുന്നത് ഞാനല്ല, ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ക്രൂശിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചിരിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ നേരത്തെ. അങ്ങനെ മരിച്ചവൻ എന്തിനാണ്? പഴയ മനുഷ്യനെ മരിച്ചു. ഞാൻ ഒരിക്കൽ ഒരു സ്നാനത്തിന്റെ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ സ്നാനം എന്ന് പറഞ്ഞാൽ? വിചാരിച്ചത് പള്ളിയിൽ ചേർന്നാണ് സ്നാനം. പള്ളിയിൽ ചേരാൻ ഇല്ല. ഇത് യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായെന്നാണ്. യേശുവിനോട് ചേരണമെങ്കിൽ പാപത്തോട് ചേർന്ന് യേശുവിനോട് ചേർന്നിരിക്കാൻ പറ്റില്ല. പാപത്തിന് മരിക്കണം. നമ്മളെല്ലാ ഞായറാഴ്ച പള്ളി വായിച്ചു കേൾക്കുന്ന ഒരു വാക്യമുണ്ട്, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവിടെ നിന്ന് നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അപ്പൊ ഞാൻ പാപം സംബന്ധിച്ച് മരിക്കാനാണ് യേശു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ വെച്ചുകൊണ്ട് മരിച്ചത്. ഇത് നമ്മൾ ഇന്ന് പാപത്ത് ജീവിച്ചുകൊണ്ട് യേശു എനിക്ക് വേണ്ടി മരിച്ചതിനായ സ്തോത്രം. ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല. അപ്പോൾ മരിക്കുക എന്ന് പറയുമ്പോൾ അതോടെ എല്ലാം മരിക്കില്ല. സ്നാനപ്പെട്ടപ്പോൾ ഞാൻ പാപത്തിന് മരിച്ചു എന്ന് പറഞ്ഞാലും എല്ലാം മരിക്കില്ല. ചില ഭയങ്കരപ്പെട്ട ചില വൈറസുകൾ പിന്നെ അകത്ത് കിടക്കും. ആ വൈറസുകളുടെ ലിസ്റ്റ് ഒന്ന് വായിക്കാം അല്ലെ? കൊലോസ്യർക്ക് ലേഖനം 3-ാം അധ്യായം. ആ 3-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ തുടങ്ങുന്നത് തന്നെ, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ, ഉയർത്തെഴുന്നേൽപ്പെന്ന് പറഞ്ഞാൽ മരിച്ചിട്ട് ജീവിച്ചതാണ്. അപ്പൊ പാപത്തിന് നിങ്ങൾ മരിച്ച് നിങ്ങൾക്കൊരു പുതിയ ജീവിതം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നതുമായ ഉയരത്തുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തുള്ളതിനെ ചിന്തിപ്പീൻ. കാരണം എന്താണ്? നിങ്ങൾ പാപം സംബന്ധിച്ച് മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് ദൈവത്തിൽ മറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ വെളിപ്പെടും. ആകയാൽ ഇനി മരിക്കാത്ത സാധനങ്ങളാണ് ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹങ്ങൾ, അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പി. അതൊന്നും ചത്തില്ല കേട്ടോ. സ്നാനപ്പെട്ടപ്പോഴേ അതൊന്നും ചത്തില്ല. അത് ഭയങ്കര കൂടിയ വൈറസായിരുന്നു. ഇപ്പൊ വെള്ളം തിളപ്പിച്ച് എത്ര മിനിറ്റൂടെ പിന്നെയും തിളയ്ക്കണമെന്ന് നമ്മൾ വെള്ളം കുടിക്കുമ്പോഴേ, തിളയ്ക്കാൻ വെള്ളം വയ്ക്കുമ്പോൾ ജസ്റ്റ് തിളച്ചോടെ നമ്മൾ ഇറക്കുമോ കുടിവെള്ളം? പിന്നെ കുറച്ചു നേരം കൂടെ എങ്കിലും അതിലുള്ള അണുക്കൾ ചാവുക, അല്ലാതെ ഗ്യാസ് നോക്കിക്കൊണ്ടിരുന്നാൽ പറ്റില്ല. ഇത്രയും തിളച്ചാലും ചാവാത്ത ചില അണുക്കൾ അതിനുണ്ട്. ഇതുപോലെയാണ് നമ്മൾ എത്രമാത്രം തീരുമാനം എടുത്താലും ചില വൈറസുകളകത്ത് കിടപ്പുണ്ട്. അതിനെ പിന്നെ കൊല്ലേണ്ടതാണ്. പൊങ്ങി വരുമ്പോ തന്നെ അതിനെ മരിപ്പിപ്പീൻ. അടുത്ത് പറയാ, ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരും. അനുസരണക്കേട് വരുന്നത് മക്കളായി മാറുമ്പോഴാണ്, അല്ലാത്ത അനുസരണക്കേടിന്റെ ആത്മാവിലം കിടക്കുന്നവരാണ്. അടുത്ത് പറയാണ്, അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ നിങ്ങൾ ജീവിച്ചിരുന്ന കാലം മുമ്പ് അവയിൽ തന്നെ നിങ്ങൾ ജീവിച്ചിരുന്നു. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, അസൂയ, വായിൽ നിന്ന് വരുന്ന ദൂഷണം എന്നൊക്കെ പ്രത്യേകിച്ച് എഴുതാൻ കാര്യം എന്താണ്? പേനയിൽ കൂടെ വരണതല്ല, വായിൽ കൂടെ വരണം കൂടെ ഉണ്ടെന്നാണ്. ഇതെല്ലാം ടൈപ്പ് അപ്പൊ പേനയല്ലല്ലോ ഉപയോഗിക്കുന്നില്ല, ടൈപ്പ് ചെയ്ത് വിടുന്നതാണ്. വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണങ്ങൾ വിട്ടുകളയണം. കാരണം എന്താണ്? കള്ളം പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉലിഞ്ഞു കളഞ്ഞ്
തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. പുതുക്കം പ്രാപിക്കുന്ന പുതു മനുഷ്യനെ നിങ്ങൾ ധരിച്ചിരിക്കുകയാണെന്ന കാര്യം മറക്കരുത്. ഇവിടെയാണ് നാൾതോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറയും. ഡെയിലി നമ്മൾ ദുഃഖ വെള്ളിയാഴ്ച മാത്രം പാടുന്നൊരു പാട്ട് അല്ലെ, വല്ലാതെ പാടുക വളരെ റെയറാണ്. ഏത്? ശത്രുക്കൾ നിന്നയും ദൂഷ്യവും ചൊല്ലുമ്പോൾ ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. പാപത്തിൻ ശോധന ക്രമമായി വരുമ്പോൾ ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. വാസ്തവത്തിൽ നമ്മൾ അങ്ങനെയുള്ള ശോധനകളും എല്ലാം കാണുമ്പോൾ ക്രൂശിലെ സ്നേഹം ആരെങ്കിലും ഓർക്കുമോ? പാപത്തിന്റെ ശോധന കേമമായി വരുമ്പോൾ ക്രൂശിലെ സ്നേഹം ദുഃഖമുള്ളിയാച്ച ഭയങ്കര ഓർമ്മയാണ്. കാരണം എനിക്ക് വേണ്ടി കൈകാലുകൾ തറക്കപ്പെട്ടു, എനിക്ക് വേണ്ടി തലയിലും കിരീടം വെച്ചു, എനിക്ക് വേണ്ടി വിലപ്പുറത്ത് കുത്തേപ്പിച്ചു, കയ്യും കാലും ഒക്കെ ഇല്ലേ. പിന്നെ എപ്പോ അത് ഓർക്കും? അടുത്ത ദുഃഖ വെള്ളിയാഴ്ചയ്ക്ക് അത് ഓർക്കത്തുള്ളൂ. പക്ഷെ ഇവിടെ പറയാന്ന്, പാപത്തിൻ ശോധന കേമമായി വരുന്നത് ദുഃഖ വെള്ളിയാഴ്ച മാത്രമല്ല, ഡെയിലി ലൈഫിൽ അവിടെ ക്രൂശിലെ സ്നേഹത്തെ ഓർക്കണം. ആ ക്രൂശിലെ സ്നേഹത്തെ ഓർക്കണമെങ്കിൽ ആ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ വസിക്കണം. അതാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ അത് ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നുവല്ലോ എന്ന് പറയുന്നു. അപ്പോൾ ദൈവസ്നേഹം ലോകസ്നേഹം രണ്ടും കൂടെയാണ് ഫൈറ്റ്. ദൈവസ്നേഹവും ലോകസ്നേഹവും. ദൈവത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. യാക്കോബ് 4:4. അപ്പോൾ ഒന്നുകിൽ ദൈവസ്നേഹം അല്ലെങ്കിൽ ലോകസ്നേഹം. ദൈവസ്നേഹം ജീവനെ കൊടുത്ത സ്നേഹമാണ്, ജീവനെ തന്ന സ്നേഹമാണ്. ലോകസ്നേഹം ചതിക്കുന്ന സ്നേഹമാണ്. എല്ലാം ഓഫർ വെച്ചിട്ട് പറ്റിക്കും. അതുകൊണ്ട് തന്നെ ഈ ക്രൂശീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ, ക്രൂശ് എടുക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ 2 വാക്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിസ്തു യേശുവിനുള്ളവരെ എങ്ങനെ തിരിച്ചറിയാം? ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ എങ്ങനെ തിരിച്ചറിയാം? ശിഷ്യത്വത്തിനായി വില കൊടുത്തവരെ എങ്ങനെ തിരിച്ചറിയാം? ഗലാത്യർക്ക് ലേഖനം 5:24. ഗലാത്യർക്ക് ലേഖനം 5:24. ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. പാഷൻസ് ആൻഡ് ഡിസയേഴ്സ്. ജഡത്തിന്റെ രാഗങ്ങൾ, മോഹങ്ങൾ, പാഷൻസും ഡിസയേഴ്സിനെയും ക്രൂശിച്ചിരിക്കുകയാണ്, മരിപ്പിച്ചിരിക്കുകയാണ്. ഒരു വലിയൊരു പ്രോസസ്സാണ്. നമ്മൾ അത് നേരെ ചിന്തിച്ചു, മരിച്ചാലും മരിക്കാത്ത ചില വൈറസുകളുണ്ട്. ഇനി 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഗലാത്യ സഭയ്ക്ക് ഇത്രയും ഷാർപ്പായിട്ട് എഴുതാൻ കാരണം അവർ കൃപയിൽ നിന്ന് വീണുപോയ സഭയാണ്. ഗലാത്യർ 6:14. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ആദ്യത്തെ പോർഷൻ നല്ലൊരു വാക്യമാണ് അല്ലേ? എനിക്കോ ക്രൂശിലല്ലാതെ, കർത്താവ് യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ വേറെ ഒന്നിലും പ്രശംസിപ്പാൻ ഇടവരരുത്. അത്രയും മാത്രം എടുത്താൽ കുഴപ്പമില്ല. പക്ഷെ അടുത്ത വാക്യമാണ് പറയുന്നത്, യേശുക്രിസ്തുവിനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് വേർപാട്. കാരണം ഈ ലോകത്തിന്റെ പ്രഭു സാത്താനാണ്. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ ഇപ്പോഴും കിടക്കുകയാണ്. മോഹങ്ങൾ കൊണ്ടുവന്ന് അത് മനുഷ്യനെ ഈ ലോകത്തിന്റെ കെണികളിൽ കൊണ്ടിടുന്നു. അപ്പോൾ ഇവിടെ ഞാൻ ലോകത്ത് ജീവിച്ചേ പറ്റൂ, ജാഗ്രതയോടുകൂടെ. ശത്രു രാജ്യത്തിൽ ജീവിക്കുന്നത് പോലെ ഞാൻ ജാഗ്രതയോടുകൂടെ ജീവിക്കണം. ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കണം. ക്രിസ്തുവിന്റെ ശിഷ്യനായി ജീവിക്കണം. അപ്പോൾ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ ഒരു പ്രത്യേകതയെക്കുറിച്ച് യേശു പറഞ്ഞത്, നമ്മൾ നേരത്തെ പല വാക്യങ്ങൾ ക്രൂശെടുക്കുന്നു, അതെല്ലാം ആത്മീയമായ വളരെ ആഴമേറിയ സംഗതികളാണ്. യോഹന്നാൻ 13:32. അത് നമ്മൾ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ ചിലപ്പോഴൊക്കെ പറയും.
35 യോഹന്നാൻ 13:35 നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. സാധാരണ ഞാൻ ഇത് പറയുമ്പോൾ പള്ളിയിൽ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറയണം അങ്ങ് പള്ളിയിച്ചെന്ന് പറഞ്ഞാൽ മതി അല്ലേ? ഈ നടക്കാത്ത കാര്യങ്ങളല്ലേ നമ്മൾ പറയണം, അങ്ങ് പള്ളിയിച്ചെന്ന് പറഞ്ഞാൽ മതി. അപ്പോ നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ, ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിലല്ല, തമ്മിൽ ദൈവസ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ഇന്ന് അത് തന്നെയല്ല ഏറ്റവും വലിയ പ്രശ്നമല്ലേ? അപ്പോൾ നമ്മുടെ ദൈവസ്നേഹത്തെ നശിപ്പിക്കുന്ന ഏതിനെയും ക്രൂശിക്കണം, അതാണ് വില കൊടുക്കുക എന്ന് പറഞ്ഞാൽ. എന്നിലുള്ള ദൈവസ്നേഹത്തെ നശിപ്പിക്കുന്ന ഏതിനെയും ഞാൻ ഗൗരവമായി കണ്ടെത്തണം. ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിനോ ദൈവിക മൂല്യങ്ങൾക്കോ സഭയ്ക്കകത്ത് പോലും സ്ഥാനമില്ല. വല്ലാത്ത അവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. സ്നേഹം എന്ന് പറയുന്നത് അവിടെ അടുപ്പിക്കാൻ പറ്റില്ല അല്ലേ? സ്നേഹം എന്ന് പറയുന്നത് സഭയ്ക്കകത്തുണ്ടോ? ഇന്നലെ ഞങ്ങൾ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ ഒരു IPCയിലെ അവരുടെ ബോർഡ് ഫോർമേഷൻ്റെ ഡയറക്ടറാണ്. അപ്പോൾ CSIയിലെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ പതുക്കെ പറയും, ഞങ്ങളുടെ IPCയിൽ ഇത് തന്നെയാണ്, ഞങ്ങളുടെ IPCയിൽ ഇത് തന്നെയാണ്. ഇവരൊക്കെ ആരാധിക്കുമ്പോൾ എന്തൊരു ആത്മാവ്! വചന വെളിപ്പാട് ഇവർക്കുള്ള പോലെ ആർക്കുണ്ട്? വെളിപ്പാട് ദിവസമൊക്കെ അരച്ച് കാലങ്ങി പിടിച്ചിരിക്കുകയാണ്, എല്ലാം അറിയാം. പക്ഷേ സ്വഭാവത്തിനാണ് മാറ്റമില്ലാത്തത്. സ്നേഹമില്ല. സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല. എഫെസോസിലെ സഭയ്ക്ക് ഒരു കുറവേ ഉള്ളൂ. ഒരുപാട് ആത്മീയ പ്രവർത്തനങ്ങളാണ്. എഫെസോസിലെ സഭയെക്കുറിച്ച് കർത്താവ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കള്ള അപ്പോസ്തലന്മാരെ കണ്ടാൽ നിനക്ക് സഹിച്ചുകൂടാ, നീ ഒരുപാട് തളർന്നു പോകാതെ നീ ഒരുപാട് കർത്താവിന് വേണ്ടി ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട്, എങ്കിലും ഒരു കുറ്റമാണ്. ആ കുറ്റം തന്നെയാണ്. നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു. ഏതിൽ വീണുവെന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക, അല്ല ഞാൻ വിളക്കണയും ഇരുട്ടിലാവും. സഭ തകരുമെന്നാണ്. വിളക്കെന്ന് പറഞ്ഞാൽ 7 നിലവിളക്കുകളുടെ നടുവിൽ നിലവിളക്ക് സഭ തകരും സ്നേഹമില്ലെങ്കിൽ. ഇന്ന് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൈവസ്നേഹത്താൽ നിറയപ്പെടണം, ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായി മാറണം. യേശുവിന്റെ കാലത്ത് അന്നത്തെ നേതാക്കന്മാർ പറഞ്ഞു, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാർ, മോശ ഞങ്ങളോട് സംസാരിച്ചു എന്ന് നിങ്ങൾക്കറിയാം. ഇവൻ ആരാണെന്ന് അറിയത്തില്ല. യോഹന്നാന്റെ ശിഷ്യന്മാരുണ്ടായിരുന്നു. പക്ഷെ യോഹന്നാന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നമ്മൾ കാത്തിരുന്ന മശികേതാണ്, നിങ്ങൾ അങ്ങോട്ട് പൊയ്ക്കോ, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. മണവാളൻ വന്നു കഴിഞ്ഞു. മണവാളന്റെ തോഴ്മ ഭയങ്കര സന്തോഷമാണ്. അവൻ വളരണം, ഞാനോ കുറയണം. ഇത് ഞാൻ വളരണം, അവനോ കുറയണം. മണവാളനെയൊക്കെ തള്ളിക്കളഞ്ഞു. അപ്പോ ആ ദൈവസ്നേഹത്തിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് മറ്റുള്ളവർ അറിയുന്നത് നിങ്ങൾക്ക് തമ്മിലുള്ള സ്നേഹമാണ്. ശിഷ്യത്വത്തിന് വില കൊടുത്തേ പറ്റത്തുള്ളൂ. കർത്താവേ, സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? ദഹിപ്പിക്കണം എന്നെ ആശേഷം സ്നേഹം നൽകണം എൻ പ്രഭോ. ദഹിപ്പിക്കണം എന്നെ ആശേഷം സ്നേഹം നൽകണം എൻ പ്രഭോ. യേശുവേ, നിന്റെ രൂപമേ എന്റെ കണ്ണുകൾക്കത്ര സൗന്ദര്യം. ശിഷ്യനാകും എന്നെയും നിന്നെ പോലെയാക്കണം മുഴുവൻ. ശിഷ്യനാകും
സ്വന്തമാക്കേണം മുഴുവൻ. സ്നേഹം കൊണ്ട് ലോകത്തെ മുഴുവനും കീഴടക്കിയ ഒരുവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ആ വലിയ സ്നേഹത്തിന്റെ ചാലകങ്ങളായി യഥാർത്ഥ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായി ഈ ദുഷ്ടലോകത്തിൽ ജീവിക്കുവാൻ ഈ നാളുകളിൽ നാം അഭിമുഖീകരിക്കുന്ന സഭയ്ക്കുള്ളിലാകട്ടെ സഭയ്ക്ക് വെളിയിലാകട്ടെ ഉള്ള പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ സർവാധികാരിയായ ഒരുവൻ നമ്മോട് കൂടെ ഉണ്ടെന്ന് നാം അറിയണം. ലോകത്തിന്റെ ഏത് ശക്തികളെക്കാളും ഏത് അധികാരത്തെക്കാളും കാറ്റിനെയും കടലിനെയും കൂടെ നിയന്ത്രിക്കുന്നവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വിശ്വാസത്താൽ ആ സ്നേഹത്താൽ നിറയപ്പെട്ടവരായി നമ്മുടെ മുമ്പിലിരിക്കുന്ന പ്രതിസന്ധികളോട് ചിലതെല്ലാം കൽപ്പിക്കുവാൻ നമ്മൾ പ്രാപ്തരാകണം. അടങ്ങ്, ശാന്തമായിരിക്കുന്നു പറയത്തക്കവണ്ണം. ഹല്ലേലൂയ. എന്റെ അപ്പൻ സർവാധികാരിയാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നാം ഭയപ്പെടുന്ന, നാം ശങ്കിക്കുന്ന ചില പവേഴ്സിനെതിരെ ഈ പകൽക്കാലം നമ്മൾ ശക്തിയോടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ശക്തിയോടെ നാം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതിനാ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മെ പ്രാപ്തീകരിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ.